ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോണത്. വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നാടൻ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഇവയെല്ലാം ചേർത്ത് 3-4 വിസിലടിക്കുന്ന വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കുറച്ച് മല്ലി ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. വളരെ നന്നായി പൊടിയണ്ട, ചെറിയ രീതിയിൽ തരിതരിപ്പുള്ള പൊടിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ നന്നായി തരിതരിയായി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റാം. ഇത് നന്നായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടിട്ട് നന്നായി ഇളക്കാം. സവാള നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയും ഇട്ട് നന്നായി ഇളക്കി നന്നായി വഴറ്റിയെടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് നാളികേര കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള നാളികേര കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലെ വെള്ളം വറ്റുന്നത് വരെ ഇത് നന്നായി ഇളക്കി വേവിച്ചെടുക്കണം. ചിക്കനിലെ വെള്ളമെല്ലാം നന്നായി വറ്റി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലെ വെള്ളം ഒന്നും കൂടി നന്നായി വറ്റിച്ച് എടുക്കാം. ചിക്കനിലെ ചാറെല്ലാം നന്നായി വറ്റി ഇതുപോലെ നന്നായി നമുക്ക് ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.